ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾക്കൊരു പ്രത്യേക ദിവസമാണ് കേട്ടോ. ഞങ്ങളുടെ അമ്പലത്തിലെ പ്രതിഷ്ഠയാണ്. ഒരുപാട് കാലത്തെ കുറേ ആൾക്കാരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പരിപാടി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ലോങ്ങിൽ കേട്ടോ, അല്ലെങ്കിൽ വേണമെങ്കിൽ യോയോ അടിച്ചോ മതിയില്ലേ. പിന്നെ ഞങ്ങളെ കുട്ടിപ്പട്ടാളങ്ങളാണ്. പിന്നെ ഇത് ഞങ്ങളെ സെറ്റ് കേട്ടോ. പിന്നെ അത് നന്നായിട്ടുണ്ട്, എല്ലാവരും ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് വലിയ ടീംസിൻ്റെ കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. പിന്നെ ഒരു തിരക്കും ബഹളമായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ അവർ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങണം. പിന്നെ താലം പിടിച്ചിട്ട് വരുമൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതിന് ഞങ്ങൾ താലത്തിൻ്റെ ഒക്കെ സെറ്റാക്കണ തിരക്കില്ല. അപ്പോൾ ഓരോരുത്തർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് താലവും ചിരാതും ഒക്കെ സെറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അതിൻ്റെ ഇടയിൽ പാട്ടും ബഹളവും എല്ലാ തിരക്കും കൂടി ഇരുന്ന് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഇത് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് കൂടുമ്പോൾ നമുക്ക് എന്താണെന്നറിയില്ല, ഒരു സന്തോഷം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഞങ്ങളുടെ പ്രതിഷ്ഠയുടെ ആ പൂജയും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് നടക്കാനുള്ളതൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. എന്താ വെച്ചാൽ കുറച്ച് കാലമായിട്ട് ഞങ്ങൾക്ക് ഇതൊന്നും ഇതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ താലം പിടിക്കാനും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തൊട്ടപ്പുറത്ത് അവിടെ അടുത്തുനിന്നാണ് നാഗങ്ങളുടെ ഇതുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടുന്ന് ദൈവത്തിനെ കുടിയിരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുക ചെയ്യുക കേട്ടോ. അപ്പോൾ താലങ്ങളൊക്കെ പിടിക്കാണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വിളക്ക് കത്തിച്ചിട്ട് വേണം ഞങ്ങളുടെ താരങ്ങളിലൊക്കെ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മനാരായണൊക്കെ ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളെല്ലാവരും മനസ്സ് തുറന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഇതാക്കണത് കേട്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ കണ്ടോ ഒരുപാട് ആൾക്കാരുണ്ട്. ഇത്രയും ആൾക്കാർ ഞാനൊന്നും ഇങ്ങനെയുള്ള ലൈവിൽ നമ്മളിവിടെ കൂടുക എന്നല്ലാണ്ട് ഇവിടെ അടുത്ത് കൂടെ ഉള്ള ആൾക്കാരെ കാണുക എന്നല്ലാണ്ട് ഞങ്ങളൊന്നും വേറെ ആരും കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. ഈ ഒരു ഇതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഇതുവരെയായിട്ടും കുറേ ആൾക്കാരെ കാണാത്തതുണ്ട്. അവരൊക്കെ കണ്ടപ്പോൾ എത്രയും ഫാമിലിയും വലിയൊരു ഫാമിലിയാണ്. അപ്പോൾ മനസ്സിലായി. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പാമ്പന്മാർ അവിടെ നാഗങ്ങളുടെ അവിടെയൊക്കെ വിളക്കൊക്കെ കൊളുത്തിയിട്ട് എല്ലാവരും വിളക്കും താലൊക്കെ കൊളുത്തി റെഡിയായി സെറ്റായി. എന്നിട്ട് അവിടെ നിന്ന് വിളക്ക് കത്തിച്ചിട്ട് വേണം നമ്മൾ തിരിച്ച് ഇപ്പം മണ്ഡപവും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവിടേക്ക് തിരിച്ചെത്താൻ. അപ്പോൾ എന്താണെന്നറിയില്ല, ഒരു സന്തോഷം. അതെങ്ങനെ പറയേണ്ടതെന്ന് അറിയണില്ല. അതെന്താ വെച്ചാൽ അതൊന്നും പറയാൻ വയ്ക്കുന്നില്ലേക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാട്ടോ ആ ഭാഗം. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കത്തിച്ചിട്ട് കൊണ്ടുപോകണം തിരിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ടാകും. ഒരുപാട് ആൾക്കാരുടെ ഇങ്ങനെ നമ്മൾ പ്രശ്നമൊക്കെയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ അവർ പറയണതിനനുസരിച്ച് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങളിന് നേരെ മണ്ഡപത്തിലേക്ക് പോകാനുള്ളതാട്ടോ. അപ്പോൾ വിളക്കും ചിരാതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കത്തിച്ച് സെറ്റായി വിളക്ക് എടുത്തു. അപ്പോൾ വല്യമ്മമാരും കുറേ മേമ്മമാരും എൻ്റെ അമ്മയും പിന്നെ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഒരു ഇനി കുറേ തടസ്സങ്ങളും ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില നമ്മളറിയാത്ത കുറേ കാര്യങ്ങളുണ്ടാവും നമ്മളെ ഇതിൽ, നമ്മുടെ കുടുംബത്തിലാണെങ്കിലും അല്ലാണ്ട് ചിലതൊക്കെ അങ്ങനെ ഉണ്ടാവാം വിശ്വസിക്കുന്നതാണെങ്കിൽ. അപ്പോൾ ഒക്കെ മാറാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വിളക്ക് കൊളുത്തിയിട്ട് നമ്മൾ മണ്ഡപത്തേക്ക് പോകാനാണ്. അപ്പം എന്താ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇനി ഇതിങ്ങോട്ട് അവിടെ വിളക്ക് അവിടെ കൊളുത്തിയതിന് ശേഷം ഈ കോഴി സമ്മതിക്കില്ല. വിളക്ക് അവിടെ കൊളുത്തിയതിന് ശേഷം പിന്നെ പൂജ തുടങ്ങുള്ളൂ. പ്രതിഷ്ഠയുടെ കാര്യങ്ങളും പിന്നെ അവർ ഓരോ എന്തൊക്കെ പൂജകളുണ്ട് നമുക്കറിയില്ല. അപ്പോൾ പിന്നെ നോക്കിയൊന്നും പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. പിന്നെ അത്രയേ ഉള്ളൂ. ഇനി എന്നിട്ട് നമ്മൾ താലം പിടിച്ചിട്ട് പോരണം. ഈ വിളക്കിൻ്റെ പിന്നാലെ ഇങ്ങനെ പോരും. ദൂരമുണ്ടല്ലോ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ
പിന്നെ നേരെ മണ്ഡപത്തിലേക്ക് എത്താറേ കേട്ടോ. വിളക്കൊക്കെ പിടിച്ച് ഇവിടെ നിന്ന് അത് കൊളുത്തി വെച്ചതിന് ശേഷം കേട്ടോ. അപ്പോൾ വലത്ത് വെക്കണം. 2 ഇതായിട്ടാണ് കേട്ടോ. ഒന്നിൽ ഭഗവതിയും ഒന്നിൽ ഭുവനേശ്വരി, അങ്ങനെ ആയിട്ടുള്ള ദൈവങ്ങളുടെ ഇതാണ് വെക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ വലത്ത് വെക്കലും കാര്യങ്ങളാട്ടോ. താലം പിടിച്ചിട്ട് എല്ലായിടത്തി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈ ഒരു കുഞ്ഞ് ഞങ്ങളുടെ ഒരു കുടുംബത്തിലാണെങ്കിലും പോലും നമ്മളെ തൊട്ടുള്ള എല്ലാ ആൾക്കാരും, അതായത് തൊട്ടുള്ള അടുത്തുള്ള എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് എല്ലാ സഹകരണങ്ങളും അവരിൽ നിന്നുണ്ടായി. ഇത് വിളക്കവിടെ വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇവരുടെ അത് പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം പ്രതിഷ്ഠയിലേക്ക് പോവുക. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ തുളസിത്തറയുടെ അവിടെ കൊണ്ടുപോയിട്ട് വിളക്കൊക്കെ വെച്ച് താലങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചൊക്കെ സെറ്റാക്കിട്ടോ. ഒരു സന്തോഷം, എന്താ പറയുക, നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, ദൈവങ്ങളുടെ ഒരു എല്ലാ അനുഗ്രഹത്തോടു കൂടി ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള തോന്നലേ. ഞങ്ങൾക്ക് എല്ലാവരും അത് തന്നെ പറയണത്. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞങ്ങളൊന്നും വിചാരിച്ചിട്ടും കൂടി ഇല്ല. എത്രയോ വർഷങ്ങൾ മുന്നേ ഇവിടെ എന്തോ തുള്ളലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ടൈമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇവിടെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം എല്ലാവരും കൂടെ ഒത്തുകൂടി പൂജയും കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ ചെയ്ത് പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ വെച്ച് അമ്പലം പുനരുദ്ധാരണം ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു സന്തോഷം. അതായത് കൊണ്ടുപോയ ആൾക്കാരാണെങ്കിലും, അതായത് ചേച്ചിമാരും കുറേ ആൾക്കാരുണ്ടല്ലോ, പിന്നെ വന്ന ആൾക്കാർ ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ഇവിടുന്ന് സ്ഥലം മാറി പോയ കുറേ ആളുകളുണ്ട്. സ്ഥലം വിട്ടിട്ട് മാറിയിട്ട് വീട് വെച്ച കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം സെറ്റായി. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ പ്രതിഷ്ഠയും കാര്യങ്ങളുടെ എല്ലാം ചെയ്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതും അവർ ചോദിച്ച് മനസ്സിലാക്കി. അതിനുശേഷം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. കുട്ടികൾക്കൊക്കെ നേരത്തെ ഭക്ഷണം കൊടുത്തുകൊണ്ട് ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ പോയി. നല്ല വിശപ്പുണ്ടാകും. നല്ലൊരു സദ്യ കഴിച്ചു. പിന്നെ ഞങ്ങൾ നല്ല ചൂടുണ്ടായിരുന്നു. വേറെ കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ആ ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. പിന്നെ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും സന്തോഷത്തിൻ്റെ വക കുറച്ച് പടക്കങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു വിഷുവിൻ്റെ ബാക്കി. അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടെ കൊണ്ടുപോയിട്ട് സന്തോഷമായിട്ട് പൊട്ടിച്ച് കുട്ടികൾക്കും കമ്പത്തിരിയും പുത്തിരിയൊക്കെ ആയിട്ട് സന്തോഷിച്ചു. ഹാപ്പിയായി. നല്ലൊരു ദിവസമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. പിന്നെന്താ, എല്ലാവരുടെയും മുഖത്ത് നല്ലൊരു സന്തോഷം. ഇനി അങ്ങോട്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ നന്നാവട്ടെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.